അടുത്തത് ഈ ഡി എൻ എനെ എങ്ങനെയാണ് പാക്ക് ചെയ്ത് ആ ന്യൂക്ലിയസിനുള്ളിൽ, നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിലാണ് നമ്മുടെ ആ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള ഡി എൻ എ ഇരിക്കുന്നത്. അതെവിടെയാണ് നമ്മൾ പഠിച്ചു? ക്രോമസോമിലാണ് അതിൻ്റെ ലൊക്കേഷൻ. ക്രോമസോംസിൽ ഡി എൻ എ പ്രോട്ടീനായിട്ട് ക്രോമസോം മേഡപ്പ് ഓഫ് ചെയ്തിരിക്കുന്നത്. സോ ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ, സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഈ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള ഡി എൻ എ ഇരിക്കുന്നത്. സോ ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഡി എൻ എനെ പാക്ക് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമുക്കറിയണം ഡി എൻ എയുടെ ലെങ്ത്ത്. ഡി എൻ എ നമ്മൾ പറഞ്ഞു പോളി ന്യൂക്ലിയോട്ടൈഡാണ്. ഒരുപാട് ന്യൂക്ലിയോട്ടൈഡുകൾ കൂടിച്ചേർന്നിട്ടാണ് ഡി എൻ എ ഉണ്ടായിരിക്കുന്നത്. സോ 10,000, 20,000 അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് കൂടുതൽ മില്യൺസ് ഓഫ് ന്യൂക്ലിയോട്ടൈഡുകളാണ് ഓരോ ഓർഗാനിസത്തിൻ്റെയും, ഓരോ സ്പീഷീസ് ടു സ്പീഷീസ് ഓർഗാനിസത്തിൻ്റെയും ഡി എൻ എയിലുള്ള ന്യൂക്ലിയോട്ടൈഡുകൾ. ആ ഡി എൻ എ എങ്ങനെയാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അതിനെ എങ്ങനെയാണ് പാക്ക് ചെയ്യണേ? ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചെറിയ ഒരു പെട്ടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പെട്ടിയേക്കാൾ വലിയൊരു സാധനം എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ, ഒരു ഡോളോ സംതിങ്, ചെറിയ പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ നമ്മുടെ കയ്യിലുള്ള ഒരു അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയും തിങ്ങി ഞെരിക്കുക വയ്ക്കും. അപ്പോൾ ഒരു കയറാണ് കിട്ടിയെന്ന് വെച്ചാൽ ആ കയറ് നമ്മൾ ചുറ്റി ഒരു പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്ത് ആ ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കും. സോ ഇതുപോലെ ആ ന്യൂക്ലിയസിനുള്ളിൽ വലിയ ഒരു ഡി എൻ എനെ, ഇത്രയും വലിയ പോളിമറായുള്ള പോളി ന്യൂക്ലിയോട്ടൈഡായുള്ള ഡി എൻ എനെ എങ്ങനെയാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസിനുള്ളിൽ? അപ്പോൾ നമുക്കറിയണം എത്രയാണ് ഡി എൻ എയുടെ ആ ലെങ്ത്ത് വരണത്, എത്രയാണ് ആ ന്യൂക്ലിയസിൻ്റെ സൈസ് വരണത്, എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യണേന്ന്. സോ പാക്കേജിങ് ഓഫ് ഡി എൻ എ ഹെലിക്സ്, നമ്മുടെ ഡി എൻ എ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് എങ്ങനെയാണ് പാക്ക് ചെയ്യണേന്ന്. സോ നമുക്ക് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് നമുക്ക് എത്ര ന്യൂക്ലിയോട്ടൈഡുകളുണ്ട് നമുക്കറിയാം. സോ ഈക്കോളയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഈക്കോളയിൽ കാണുന്നത് 3.4 മില്യൺ ന്യൂക്ലിയോട്ടൈഡ് ബേസ് പെയറുകളാണ്. സോ ഈക്കോളയിൽ കാണുന്നത് 3.4 മില്യൺ ന്യൂക്ലിയോട്ടൈഡ് ബേസ് പെയറുകളാണ് നമ്മുടെ ഈക്കോളയിൽ കാണുന്നത്. അതേസമയം ഹ്യൂമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6.6 മില്യൺ ന്യൂക്ലിയോട്ടൈഡ് ബേസ് പെയറാണ്. അതുപോലെ സ്പീഷീസ് ടു സ്പീഷീസ് ആ ഡി എൻ എയിലുള്ള ആ പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിനിലുള്ള ബേസ് പെയറുകൾ എത്ര ന്യൂക്ലിയോട്ടൈഡുകൾ ഉണ്ട് എന്നുള്ളത് ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ ട്രെയിനിനെ കമ്പയർ ചെയ്തില്ലേ, എത്ര ബോഗിയുണ്ടോ അത്രയും ലെങ്ത് ഉണ്ടായിരിക്കും ആ ട്രെയിനിന്. ഓരോ ബോഗിനെയും നമുക്ക് ഓരോ ന്യൂക്ലിയോട്ടൈഡായിട്ട് കമ്പയർ ചെയ്യാം. സോ ഹ്യൂമൻസിലാണെങ്കിൽ 6.6 മില്യൺ ന്യൂക്ലിയോട്ടൈഡ് ബേസ് പെയറുകളാണ്. ഈ പറഞ്ഞ ഡി എൻ എനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് എല്ലാ ഓർഗാനിസത്തിലുള്ള ഡി എൻ എനെ ബേസ് പെയറുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. ന്യൂക്ലിയോട്ടൈഡിലുള്ള ആ നൈട്രോജീനസ് ബേസ് പെയറുകൾ, അങ്ങനെയാണ് ആ ഹൈഡ്രജൻ ബോണ്ട് വെച്ച് അതിൻ്റെ ബോണ്ടിങ്. ഡി എൻ എ ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബേസ് പെയർ. സോ ഈ പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിനായ ഡി എൻ എ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ബേസ് പെയറുകൾ വെച്ചിട്ടാണ്. സോ എത്ര ബേസ് പെയർ ഉണ്ടോ, എത്ര നമ്പർ ഓഫ് ബേസ് പെയർ ഉണ്ടോ അത്രയും ഡി എൻ എയുടെ ലെങ്ത്ത് കൂടുന്നു. സോ ദ മോർ നമ്പർ ഓഫ് ബേസ് പെയറുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലെങ്ത് ഓഫ് ദ ഡി എൻ എ കൂടുതലാണത്. അതാണ് ദ മോർ നമ്പർ ഓഫ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് എന്താ? ലെങ്ത് ഓഫ് ദ ഡി എൻ എ ഇൻക്രീസ്ഡ്. എത്ര നമ്പർ ഓഫ് ബേസ് പെയർ ഉണ്ടോ അത്രയും ഡി എൻ എയുടെ ലെങ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്ന് അറിയാണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു സെല്ലിൻ്റെ ഉള്ളിലെ ഡി എൻ എയുടെ ലെങ്ത്ത് നമ്മളെങ്ങനെ മെഷർ ചെയ്യാം. സോ ലെങ്ത് ഓഫ് ദ ഡി എൻ എ ഇൻ എ സെൽ, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഡി എൻ എയുടെ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയുണ്ട്. ഏത് ഓർഗാനിസത്തിൻ്റെ ആയാലും ആ ലെങ്ത് ഓഫ് ദ ഡി എൻ എ ഇൻ എ സെൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഫോർമുലയാണ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ. ആ പെർട്ടിക്കുലർ ഓർഗാനിസത്തിലുള്ള എത്ര ബേസ് പെയറുകളുണ്ടെന്ന് അറിയാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ. രണ്ടാമത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ ആ പെർട്ടിക്കുലർ ഓർഗാനിസത്തിലുള്ള ഡി എൻ എ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ. രണ്ട് ന്യൂക്ലിയോട്ടൈഡുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, രണ്ട് ബേസ് പെയർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യാം. സോ അതാണ് ഇത് നമുക്ക് അറിയണ കാര്യമാണ്. നമ്മൾ ആ ഡി എൻ എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുണ്ട് 0.34 നാനോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ഓർഗാനിസത്തിൻ്റെയും ലെങ്ത് ഓഫ് ദ ഡി എൻ എ മെഷർ ചെയ്യാം. സോ നമ്മൾ എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദ ഡി എൻ എ മെഷർ ചെയ്യുന്നത്? ഒരു സെല്ലിനുള്ളിൽ ആ ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ ഒരു ടിപ്പിക്കൽ യുക്കാരിയോട്ടിക് മെമ്മേലിയൻ സെല്ലിൻ്റെ ആണെങ്കിൽ ഒരു മെമ്മേലിയൻ സെല്ലിലുള്ള എത്ര നമ്പർ ടോട്ടൽ ബേസ് പെയർ ഉള്ളത് നമ്മുടെ ഹ്യൂമൻസിന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടിപ്പിക്കൽ നമ്മൾ പറയുന്നത് 6.6 നമ്മൾ പറഞ്ഞത് 6.6 മില്യൺ ആണ്. അപ്പോൾ 6.6 10⁻⁹ ബേസ് പെയർ ആണ് ഒരു ടിപ്പിക്കൽ യുക്കാരിയോട്ടിക് ആയിട്ടുള്ള
മെമ്മേലിയൻ സെല്ലിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ. അതും നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ എത്രയാണ്, ഈ 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അത് നമ്മൾ പഠിച്ചത് 0.34 ഇൻറ്റു 10⁻⁻9 മീറ്റർ പെർ ബേസ് പെയർ. അത്രയുമാണ് ഡിസ്റ്റൻസ്. 0.34 ഇൻറ്റു 10⁻⁻9 മീറ്ററാണ് 2 ബേസ് പെയർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, 2 അടുത്തടുത്തുള്ള ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ടോട്ടൽ നമ്പർ നമുക്കറിയാം 6.6 ഹ്യൂമൻ്റെ, അത് മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ് 0.34 ഇൻറ്റു 10⁻⁻9. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ DNA ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. സോ ലെങ്ത് ഓഫ് ദ DNA ഇൻ എ ടിപ്പിക്കൽ മെമ്മേലിയൻ സെൽ എന്ന് പറയുന്നത് നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ എത്രയാണ് 6.6 ഇൻറ്റു 10⁻⁹. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ. മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ, അത് എത്രയാണ് 0.34 ഇൻറ്റു 10⁻⁻9. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.2 മീറ്റർ ആണ്. സോ ലെങ്ത് ഓഫ് ദ DNA, ഒരു മെമ്മേലിയൻ സെല്ലിലെ DNA ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് 2.2 മീറ്റർ ആണ്. ഇത്രയും ലെങ്ത്ത്, ഇത്രയും ലോങ് പോളിന്യൂക്ലിയോട്ടൈഡാണ് ഒരു മെമ്മേലിയൻ സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ന്യൂക്ലിയസിൻ്റെ സൈസ് നോക്കിയേ, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10⁻⁻6. ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എത്രയേ ഉള്ളൂ 10⁻⁻6 മീറ്റർ ഇൻ ഡയാമീറ്റർ. അത്രയും ചെറിയ ആ ന്യൂക്ലിയസിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ലോങ് ഒരു പോളിമറായിട്ടുള്ള അല്ലെങ്കിൽ പോളിന്യൂക്ലിയോട്ടൈഡ് ആയിട്ടുള്ള DNA അറേഞ്ച് ചെയ്തിരിക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലെങ്ത് ഓഫ് ദ DNA, നമ്മുടെ ലെങ്ത് ഓഫ് ദ DNA എത്രയാണ് 2.2 മീറ്റർ. ടിപ്പിക്കൽ മെമ്മേലിയൻ സെല്ലിലുള്ള DNA ലെങ്ത് ഓഫ് ദ DNA is far greater. This is far greater than dimensions of a typical nucleus. ന്യൂക്ലിയസിൻ്റെ സൈസ് എത്രയാണ് 10⁻⁶. സോ ലെങ്ത് ഓഫ് ദ DNA എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിനേക്കാളും വളരെ വളരെ വളരെയധികം കൂടുതലാണ്. സോ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ ഇത്രയും വലിയ ലോങ് പോളിന്യൂക്ലിയോട്ടൈഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ ലോങ് പോളിമറായിട്ടുള്ള DNA നമുക്ക് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ ന്യൂക്ലിയസിനുള്ളിൽ പാക്ഡ് ആയിട്ടിരിക്കുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് പാക്കേജിങ് ഓഫ് DNA. സോ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടായാൽ മാത്രമേ ഇത്രയും ലോങ് പോളിന്യൂക്ലിയർ, ഇപ്പോൾ എന്നാൽ 2.2 മീറ്ററുള്ള DNA 10⁻⁻6 മാത്രം ഡയമീറ്ററുള്ള ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് തന്നെ വേണം. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് പാക്കേജിങ് ഓഫ് DNA. ഈ പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ് പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും 2 തരത്തിലാണ് നടക്കുന്നത്. ഇനി നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം.